നമസ്കാരം. പ്രധാന വാർത്തകൾ. വജ്രജൂബിലി കഴിഞ്ഞിട്ടും ശൈശവദശയിൽ കഴിയുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡ്. കൊടകര പഞ്ചായത്തിലെ പൊതുമാർക്കറ്റിന് നടുവിലുള്ള കിണർ മാലിന്യങ്ങൾ നിറഞ്ഞ് കൊതുക് വളർത്തൽ കേന്ദ്രമാകുന്നു. വാർത്തകൾ വിശദമായി. വജ്രജൂബിലി കഴിഞ്ഞിട്ടും ശൈശവദശയിൽ കഴിയുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡ്. ഒരു റിപ്പോർട്ട്. തൃശൂർ ജില്ലയിലെ വരന്തരപ്പള്ളി പഞ്ചായത്തിലാണ് കേരളത്തിലെ വികസന പ്രവർത്തനങ്ങൾക്ക് നാണക്കേടായി ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡ് ഇന്നും ശൈശവദശയിൽ കിടക്കുന്നത്. 1950-ൽ ഇഞ്ചക്കുണ്ടിലെ കുടിയേറ്റക്കാർ തങ്ങളുടെ കാർഷികോൽപ്പന്നങ്ങൾ കൊണ്ടുപോകുന്നതിനായി വെട്ടിയുണ്ടാക്കിയതാണ് പ്രസ്തുത റോഡ്. 10 വർഷം മുമ്പ് ഇവിടുത്തെ കർഷകർ കുടിയേറ്റത്തിന്റെ സുവർണ ജൂബിലി ആഘോഷിച്ചു. ഒപ്പം ഈ റോഡിന്റെയും. 1955-ൽ PMGRSY പദ്ധതിയിൽപ്പെടുത്തി റോഡ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും പാതി വഴിയിൽ നിന്നുപോയി. മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ മുമ്പിൽ പരാതികളും നിവേദനങ്ങളുമായി നാട്ടുകാർ ഇന്നും കയറിയിറങ്ങുകയാണ് ഈ റോഡിന്റെ ശാപമോക്ഷത്തിനായി. കനകമല തീർത്ഥാടന കേന്ദ്രത്തിലെ വിശുദ്ധ തോമസ് ലീഹയുടെ ഊട്ടുതിരുനാളിന് കൊടികയറി. മുൻ ഇരിങ്ങാലക്കുട മെത്രാൻ മാർ ജെയിംസ് പഴയാറ്റിൽ കൊടിയേറ്റത്തിനും തുടർന്നുള്ള വിശുദ്ധ ബലിക്കും നേതൃത്വം നൽകി. ജൂലൈ 3-നാണ് ഊട്ടുതിരുനാൾ. തിരുനാൾ ദിവസം രാവിലെ കുരിശുമുടിയിൽ നടക്കുന്ന വിശുദ്ധ കുർബാനയ്ക്ക് ഫാദർ സിറിയക് തോണിക്കുഴി കാർമ്മികത്വം വഹിക്കും. ഫാദർ മാത്യു വെട്ടത്ത് ഊട്ടുനേർച്ച വെഞ്ചരിപ്പ് നടത്തും. ഫാദർ ഡേവീസ് കിഴക്കുംതല തിരുനാൾ സന്ദേശം നൽകും. കൊടകര SNDP യൂണിയന് കീഴിലുള്ള വനിതാ സംഘം, യൂത്ത് മൂവ്മെന്റ് എന്നിവയുടെ വാർഷിക പൊതുയോഗം SNDP യോഗം അസിസ്റ്റന്റ് സെക്രട്ടറി ഷാജിൻ നടുമുറി ഉദ്ഘാടനം ചെയ്തു. ബിനി പരമേശ്വരൻ അധ്യക്ഷത വഹിച്ചു. യൂണിയൻ കൺവീനർ ഗോപി കുണ്ടനി, അഡ്വക്കേറ്റ് സംഗീത വിശ്വനാഥൻ, ഗിരീഷ് മടത്തുകാട്ടിൽ, NB മോഹനൻ, സദാനന്ദൻ കണ്ണൻകാട്ടിൽ, ER വിനയൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. മികച്ച സാമൂഹിക പ്രവർത്തകനുള്ള പൗലോസ് താക്കോൽക്കാരൻ അവാർഡ് നേടിയ ചാലക്കുടി യൂണിയൻ സെക്രട്ടറി KA ഉണ്ണികൃഷ്ണൻ, ഷാജിൻ നടുമുറി, KP അബീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. കൊടകര പഞ്ചായത്തിലെ പൊതുമാർക്കറ്റിന് നടുവിലുള്ള കിണർ മാലിന്യങ്ങൾ നിറഞ്ഞ് കൊതുക് വളർത്തൽ കേന്ദ്രമാകുന്നു. സമീപത്തെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള പച്ചക്കറി അവശിഷ്ടങ്ങൾ, പ്ലാസ്റ്റിക്, കടലാസ് തുടങ്ങിയ മാലിന്യങ്ങൾ ഈ കിണറ്റിലാണ് നിക്ഷേപിക്കുന്നത്. ഇവ ചീഞ്ഞളിഞ്ഞ് വല്ലാത്ത ദുർഗന്ധം വമിക്കുന്നു. കൂടാതെ കൊതുകുകൾ പെരുകുന്നതിനും ഇടയാക്കുന്നു. കിണർ വൃത്തിയാക്കി സംരക്ഷിക്കുകയോ മൂടിക്കളയുകയോ ചെയ്യാൻ വേണ്ട നടപടി പഞ്ചായത്ത് അധികൃതർ സ്വീകരിക്കണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. കൊടകര മനക്കുളങ്ങര കൃഷ്ണവിലാസം UP സ്കൂളിലെ അധ്യാപക രക്ഷാകർതൃ സമിതിയുടെ വാർഷിക പൊതുയോഗം പ്രസിഡന്റ് TK പത്മനാഭന്റെ അധ്യക്ഷതയിൽ നടന്നു. സ്റ്റാഫ് സെക്രട്ടറി VS ബിന്ദു റിപ്പോർട്ട് അവതരിപ്പിച്ചു. നെൽസൺ പോൾ, ബാലകൃഷ്ണൻ, പ്രധാനാധ്യാപകൻ KP വേണുഗോപാൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുതിയ ഭാരവാഹികളായി PV നിക്സൺ, PK സത്യൻ, അമ്മിണി ചന്ദ്രൻ എന്നിവരെ തിരഞ്ഞെടുത്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വജ്രജൂബിലി കഴിഞ്ഞിട്ടും ശൈശവദശയിൽ കഴിയുന്ന ഇഞ്ചക്കുണ്ട് കൽക്കുഴി റോഡ്. കൊടകര പഞ്ചായത്തിലെ പൊതുമാർക്കറ്റിന് നടുവിലുള്ള കിണർ മാലിന്യങ്ങൾ നിറഞ്ഞ് കൊതുക് വളർത്തൽ കേന്ദ്രമാകുന്നു. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.